എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് മീൽ പ്ലാനുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുത്തു വരുന്നതാണ്. അപ്പോൾ എൻ്റെ കുറച്ച് അനുഭവങ്ങളും അതുപോലെ തന്നെ ഒരു ദിവസത്തെ മീൽ പ്ലാനുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഫിക്സഡ് ആക്കി വെക്കുക. അതായത് പല ടൈം ഫ്രെയിം ഉണ്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൽ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് 16:8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. അതിൽ 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യും. അതുപോലെ 8 മണിക്കൂർ നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള വിൻഡോ ആണ്. അപ്പോൾ ഈ ടൈം ഫ്രെയിമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു ടൈം വിൻഡോ എന്ന് പറയുന്നത് 16:8 ആണ്. അപ്പോൾ ആ 16 മണിക്കൂറിൽ നമ്മൾ ഒന്നും കഴിക്കാൻ പാടില്ല, കലോറിയുള്ള ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. പക്ഷേ നമുക്ക് വെള്ളം കുടിക്കാം. ആരൊക്കെയാണ് ഈ ഡയറ്റ് എടുക്കരുതെന്നാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവർ ദയവ് ചെയ്ത് ഇതെടുക്കരുത്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും കുഞ്ഞിന് പാലൂട്ടുന്നവരും ഇത് എടുക്കാൻ പാടില്ല. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ളവരും ഇതെടുക്കാൻ പാടില്ല. അതുപോലെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർക്കും ഈ ഡയറ്റ് ഒട്ടും തന്നെ യോജിച്ചല്ല. അപ്പോൾ നമ്മളെപ്പോഴും ഏതൊരു ഡയറ്റ് എടുത്താലും നമ്മൾ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത് നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഡയറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഡയറ്റ് എടുക്കുന്നതുകൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ 8 മണിക്കൂറാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ബാക്കി 16 മണിക്കൂർ നമ്മളുടെ ബോഡി ഫാസ്റ്റിങ്ങിലായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ പല നല്ല ചേഞ്ചസും ഉണ്ടാകും. അതായത് നമ്മുടെ സെൽ റിപ്പയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അല്ലാത്ത സമയം നമ്മൾ എപ്പോഴും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽ റിപ്പയർ ഒന്നും നടക്കില്ല. എപ്പോഴും ഡൈജഷന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ബോഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ 16 മണിക്കൂർ സമയത്ത് നമ്മുടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റൊക്കെ ഡിസോൾവ് ആയി പോയിട്ട് നമ്മുടെ ഫാറ്റ് ബേണിങ് നടക്കുന്നൊരു സമയമാണ് ഈ ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഷുഗറൊക്കെ വരാതിരിക്കുന്നത് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ട്രൈ നോക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ളൊരു വെയിറ്റ് ലോസ് മെത്തേഡാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് അങ്ങനെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. അതുപോലെ നമ്മളൊരു പർട്ടിക്കുലർ ഡയറ്റ് എന്നല്ല, നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഈ ടൈം വിൻഡോയിൽ കഴിക്കാം. പക്ഷേ ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് പറഞ്ഞാൽ കൈ കിട്ടുന്ന എന്തും വാരി വലിച്ച് കഴിക്കാം എന്നല്ല. ഹെൽത്തി ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമുക്ക് ആ സമയത്ത് കഴിക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ജങ്ക് ഫുഡൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് കുറച്ച് എക്സസൈസും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയറ്റ് ഒരു അടിപൊളി ഡയറ്റാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 11:30 7:30 മുൻപായിട്ട് ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ട്. 11 മണി എന്ന് പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ഹെൽത്തി ഡ്രിങ്ക് വെറും വയറ്റിൽ കഴിക്കണം. അതിന് മുൻപ് നമുക്ക് ധാരാളം വെള്ളം കുടിക്കാം. പക്ഷേ നമ്മൾ കാലറി ഉള്ള ഒരു സാധനവും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ ഇന്ന് തയ്യാറാക്കുന്ന ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകവും ഇഞ്ചിയും കൂടിയിട്ടുള്ള ഒരു സൂപ്പർ ബെനിഫിറ്റ് ഉള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഫെണൽ സീഡ്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മുടെ സാധാരണ ചെറിയ ജീരകം 1 കപ്പിന് 1 ടീസ്പൂൺ എന്നുള്ള കണക്കിൽ തിളപ്പിച്ചിട്ടും നിങ്ങൾക്ക് ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത് ചെറു ചൂടോടെ നമ്മൾ കുടിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 പേർക്കുള്ള അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് നല്ലതാണ് ഫെണൽ സീഡ്സ്. അപ്പോൾ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി ഞാനൊരു മീഡിയം പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഏലക്ക അതുപോലെ തന്നെ സിനമൺ, അതായത് കറുവപ്പട്ട പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. പല ടൈപ്പിലുള്ള ഹെൽത്ത് ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം. സിനമൺ ടീ ഉണ്ട്, അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ചെറു ചൂടിൽ ഹണിയായിട്ട് കഴിക്കാം. അങ്ങനെ പല ഹെൽത്ത് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആഹാരത്തിന് അരമണിക്കൂർ മുൻപായിട്ട് ചെറു ചൂടോടെ ഇത് കുടിക്കാം. അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ട് ബ്രേക്ക് ചെയ്യാം. ഒന്നുകിൽ ഓട്സ് സ്മൂത്തി കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം 2 ചപ്പാത്തി, 1 മുട്ട, വെജിറ്റബിൾ കറിയോ ദാലോ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് കഴിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്സ് ദോശ, നമുക്ക് ഉഴുന്നും ഓട്സും കൂടെ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള ദോശയാണ്.
അത് കഴിക്കാം. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ഓട്സ് ബ്രെഡ് കഴിക്കാം. ഇതൊക്കെ നമ്മളുടെ റെസിപ്പീസാണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് നിറയെ പച്ചക്കറികളൊക്കെ ഇട്ട് 1 കപ്പ് കഴിക്കാം. പിന്നെ റാഗിയുടെ പുട്ട്, റാഗി ഇടിയപ്പം, റാഗി ദോശ, അതുപോലെ തന്നെ ഗോതമ്പ് പുട്ട്, അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള എന്ത് ഫുഡും നമുക്ക് കഴിക്കാം. എല്ലാം മിതമായ അളവിൽ. ഫ്രൂട്ട് സ്മൂത്തിയും നമുക്ക് കഴിക്കാം. 11:30 നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 മണി സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഫ്രൂട്ട് എന്ന് പറയുന്ന ഇന്നതൊന്നൊന്നുമില്ല. നമ്മുടെ സീസണലായിട്ട് നമ്മുടെ അടുത്ത് കിട്ടുന്ന ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. ആപ്പിളാണ് ഏറ്റവും നല്ലത്. തൊലിയോടുകൂടി കഴിക്കണം ആപ്പിൾ. ഒന്ന് സ്ലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് ചാട്ട് മസാല അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് ഒക്കെ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം. ഫ്രൂട്ട്സ് മുഴുവനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഒരു 3 മണി സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം ലഞ്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിശക്കത്തില്ല ആ സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ലഞ്ചിന് തയ്യാറാക്കുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവും അതുപോലെ രാവിലെ ഉണ്ടാക്കിയ വെജിറ്റബിൾ കറിയും ഒരു ബനാനയാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതിന് പകരം നിങ്ങൾക്ക് ചോറാക്കാം. ചോറാക്കുന്ന സമയത്ത് വളരെ കുറച്ച് ചോറ് മാത്രം എടുക്കുക. കൂട്ടത്തിൽ പച്ചക്കറികളും മീനും ഒക്കെ കൂട്ടിയിട്ട് കുറച്ച് ചോറും കൂടുതൽ കറികളും. അപ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാടങ്ങ് നമ്മൾ യൂസ് ചെയ്യേണ്ട, അതിലൊക്കെ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതാണ്. അപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഈ സമയം തന്നെ ആദ്യം 1 കപ്പ് റവ നന്നായിട്ട് വറുത്ത് മറ്റൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഈ വറുത്ത റവ ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവല്ല, പൊടിയായിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം 2 കപ്പ് വെക്കണ്ട, ഒരു 1.25 കപ്പ് വെച്ചാൽ മതി. അപ്പോൾ പൊടിയായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ ഇതും ഉപ്പുമാവ് കുറച്ച് കഴിക്കുക. കൂട്ടത്തിൽ നമുക്ക് പഴവോ പച്ചക്കറികളോ കറികളോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. ഞാൻ ഈ ഡയറ്റിൽ പ്രധാനമായിട്ടും ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റാണ് ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് കഴിവതും ചോറ് കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലൊരു ചെറിയൊരു കപ്പിൽ 1 കപ്പ് ഉപ്പുമാവ് കഴിക്കാം. ഇത് കുറവോ നിങ്ങൾക്ക് കഴിക്കാൻ എത്ര തോന്നുന്നുണ്ടോ അത്രയും കഴിക്കാം. അപ്പോൾ നമ്മൾ ഒരു ആപ്പിൾ രാവിലെ കഴിച്ചു. അപ്പോൾ ഇനി ഒരു പഴം കൂടെ ഒക്കെ കഴിക്കാം നമുക്ക്. ഒരു പഴവും രാവിലത്തെ കുറച്ച് വെജിറ്റബിൾ കറിയും കൂടെ ഉപ്പുമാവ് കഴിക്കാം. ഇനി നമ്മൾ 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് കഴിച്ച് കഴിയും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വീണ്ടും ചെറുതായിട്ട് വിശപ്പ് വരും. ആ സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും നട്ട്സ് കഴിക്കാം. നട്ട്സ് എന്ന് പറയുമ്പം ബദാമോ അല്ലെന്നുണ്ടെങ്കിൽ വാൽനട്ടോ കഴിക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 2 ഡേറ്റ്സ്, അത് ഓപ്ഷണലാണ്. നട്ട്സ് എന്തായാലും മസ്റ്റാണ്, നിങ്ങൾ കഴിച്ചിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിന്നറാണ്. ഡിന്നറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ 7:30 മുമ്പായിട്ട് ഡിന്നർ കഴിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ 7 മണിയാകുമ്പോഴെങ്കിലും കഴിക്കണം. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇന്നൊരു സാലഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വർക്കൗട്ടിൻ്റെ കാര്യമൊക്കെ ഞാൻ വഴിയെ പറയാം. ഇതിപ്പോൾ ഫുഡാണ് നമ്മൾ ആദ്യം പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വലിയ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്കാണ് വലിയൊരു ചിക്കൻ ബ്രസ്റ്റ്. ഇപ്പോൾ ഒരാളാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി മതിയാകും. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലയൊക്കെ ഇതിലേക്ക് ഇടാം. കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മസാലപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. അതെല്ലാം കൂടി ഇട്ട് കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടിത് പുരട്ടിയിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തന്നെ കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം ചിക്കന് പകരം നിങ്ങൾക്ക് മീൻ കഴിക്കാം. കഴിവതും റെഡ് മീറ്റ് ഒഴിവാക്കുന്നതാണ് ഈ ഡയറ്റിൽ നല്ലത്. ചിക്കനും കൂടുതൽ പ്രോട്ടീനും ഉൾപ്പെടുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം നിങ്ങളുടെ ഓപ്ഷൻസ്. മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ മീൻ ഉൾപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്കിപ്പം രാത്രിയിൽ സാലഡ് കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം. അപ്പോൾ നമ്മൾ കഴിവതും കാർബോഹൈഡ്രേറ്റ് കുറച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓയിൽ എന്ന് പറയുമ്പം റിഫൈൻഡ് ഓയിൽ കഴിവതും ഒഴിവാക്കി അതുപോലെ ഒലിവ് ഓയിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും ഒക്കെ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ റേപ്പ് സീഡ് ഓയിൽ കോൾഡ് പ്രസ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് റിഫൈൻഡ് ഓയിലല്ല. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ ചെറുതായിട്ട് ഇതിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം.
നമ്മൾ അത്യാവശ്യത്തിന് കുറച്ച് ഫാറ്റും പ്രോട്ടീനും ഒക്കെ കഴിക്കണം ഈ ഡയറ്റിൽ. കാരണം നമ്മൾ 16 hours കണ്ടിന്യൂസ്ലി ഫാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം പ്രോട്ടീനും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിച്ചിരിക്കണം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി സാലഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, കുക്കുംബർ, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി, കുറച്ച് തക്കാളി. ഉള്ളി തികച്ചും ഓപ്ഷണലാണ്. രാത്രിയിൽ ഉള്ളി കഴിച്ചാൽ പ്രശ്നമുള്ളവർ ഇത് കഴിക്കരുത്. കഫക്കെട്ടൊക്കെ ഉള്ളവർ ഉള്ളി കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ആ ചിക്കനും കൂടി ഇട്ട് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ഒലിവ് ഓയിലും ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാം. ഇങ്ങനെ തന്നെ കഴിക്കാനും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡ്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലാക്സ് സീഡ്സ് വളരെ നല്ലതാണ്, ഫൈബർ റിച്ച് ആണ്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ളോ വെളുത്ത എള്ളോ പംകിൻ സീഡ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ സാലഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഈ ഡയറ്റ്, ഏത് ഡയറ്റ് ആണെങ്കിലും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അപ്പം നമ്മളെപ്പോഴും സ്ത്രീകൾ 2.2 ലിറ്റർ വെള്ളവും അതുപോലെ തന്നെ പുരുഷന്മാർ 3 liters ഓഫ് വാട്ടറും ഡെയിലി കുടിച്ചിരിക്കണം. അതുപോലെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡോക്ടർ എറിക് ബർഗ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അതുപോലെ ഡെയിലി മിനിമം 30 minutes എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്തിരിക്കണം. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ചെറിയ നടത്തമോ അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വർക്കൗട്ടോ എന്തെങ്കിലും 30 minutes എങ്കിലും ഡെയിലി ചെയ്തിരിക്കണം. അപ്പോൾ അതും ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റും ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഹെൽത്തി വേയിൽ തന്നെ നമുക്ക് വെയിറ്റ് ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്കൊക്കെ ഞാൻ മീൽ പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്